ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളായി ഒരു ട്രിപ്പൊക്കെ പോയിട്ട്, അപ്പോൾ നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിന് വേറൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ നമ്മുടെ പുതിയ വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ ഹീറോ ഡെസ്റ്റിനിയിലാണ് പോകുന്നത്. വലിയൊരു ലോങ് ഡ്രൈവിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര മണിക്കാണ് കന്യാകുമാരി എത്തുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ അതുവരെ പോയിട്ടുള്ള നമ്മുടെ ഒരു ലോങ് റൈഡിൻ്റെ റിവ്യൂ, അതെ, നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രിപ്പും നമ്മൾ നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും. പിന്നെ വണ്ടി ആദ്യം കുറച്ച് ദൂരം ഇവനായിരിക്കും ഡ്രൈവ് ചെയ്യണം, പിന്നെ ഇവന് ക്ഷീണം വരുമ്പോൾ ഞാനും മാറി നമ്മൾ ഓട്ടിക്കും. എന്നിട്ട് നമ്മുടെ രണ്ടൊരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി ആക്കെങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വേണോ വേണ്ടെന്നൊക്കെ ഉള്ളത് തീരുമാനിക്കാവുന്നതാണ്. സമയം കറക്റ്റ് 7 മണിയായിട്ടുണ്ട്. കറക്റ്റ് സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊരു 105 കിലോമീറ്റേഴ്സ് ഉണ്ട് അല്ലേ കന്യാകുമാരി? കറക്റ്റ് 105 കിലോമീറ്റേഴ്സ് ഉണ്ട്. 3 മണിക്കൂറാണ് അപ്രോക്സിമേറ്റ്ലി കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ട്രാഫിക് ഒക്കെ കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ പോണ വഴിക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് കാണിക്കാം ഗൈസ്. ബൈ. ഗൈസ്, നമ്മളങ്ങനെ ഇപ്പോൾ കേരള ബോർഡർ കഴിഞ്ഞിപ്പോൾ തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് എന്താണ്? തമിഴ്നാട് നാഗർകോവിൽ ഹൈവേയിലാണ് നമ്മൾ നിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ്. നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വണ്ടിയിലാണ്. അപ്പോൾ വണ്ടിയിൽ ഇരുന്നിരുന്ന് നടുവൊക്കെ ചെറിയ വേദന തുടങ്ങി. നടുവേദനയും പിന്നെ കുറച്ച് ലെഗൊക്കെ പെയിനുണ്ട്. പിന്നെ ക്ഷീണമൊക്കെ കാരണം നിർത്തിയാണ്. പിന്നെ ഈ വെള്ളമൊക്കെ കുടിക്കണം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ രണ്ടിടത്ത് നിർത്തിയായിരുന്നു. ഒന്ന് പെട്രോൾ അടിക്കാനും പിന്നെ ഒരെണ്ണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തി. അത് നമ്മൾ കേരള ട്രിവാൻഡ്രത്ത് നിന്നാണ് കഴിച്ചത്. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അത്ര ശരിയല്ലല്ലോ. നമ്മൾ പിന്നെ ഇവിടുത്തെ തമിഴ്നാടത്തെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിചാരിച്ച് നമ്മൾ തിരുവനന്തപുരത്ത് നിന്നാണ് കഴിച്ചത്. പക്ഷേ നമുക്ക് അവിടുത്തെ ഇഷ്ടപ്പെട്ടില്ലല്ലേ. ഇനി വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണം പോകാൻ. നമുക്കിനി ഇവിടെ നിന്ന് ഏകദേശം 25 കിലോമീറ്ററോടെ പോയാൽ മതി. അപ്പോഴത്തേക്ക് നമ്മൾ കന്യാകുമാരി എത്തും. ബാക്കി അവിടെ സൈഡ് കാണാം. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട് വില്ലുകൂറി എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. അപ്പം നമ്മളിവിടെ ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു ഭംഗി കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. ഇവിടെ ഫുൾ കൃഷിയും പിന്നെ അങ്ങറ്റത്തായിട്ടൊരു കുന്നും കാണുന്നുണ്ട്. അത് എന്ത് കുന്നാണ് എന്നറിയത്തില്ല. ഒരു മല പോലത്തെ ഒരു ഇതാണ്. അത് ഏതാണെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഇവിടുത്തെ കൃഷി, ഈ നെൽപ്പാടമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അങ്ങനെ അതുകൊണ്ടുകൊണ്ട് നിർത്തിയതാണ്. തമിഴ്നാട് ഒന്നാലും ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഇതേപോലത്തെ ഈ കൃഷി പാടങ്ങൾ തന്നെയാണ്. നമ്മൾ കേരളത്തിൽ, പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരത്ത് ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഗൈസ്, നമ്മളങ്ങനെ കറക്റ്റ് 11:30 മണിയായതും കന്യാകുമാരിയിലോട്ട് എത്തിയിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കണ്ട കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നിർത്തി. പിന്നെ ട്രാഫിക് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഗൂഗിൾ മാപ്പ് വഴിയൊക്കെ തെറ്റിച്ച് കാരണം നമ്മളൊന്ന് ലേറ്റായി ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. കറങ്ങിയാണ് എത്തിയത്. ഈ ഒരു ക്യൂ ഉണ്ടത് എന്താണെന്ന് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ വോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഇതെന്ന്. 150 മീറ്ററിന് മേളിലുണ്ട് ഇവിടുത്തെ ക്യൂ മാത്രം ബോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള. പറയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ കറൻറ്റ്ലി ബോട്ടിങ് ഹോൾഡ് ചെയ്ത് വെച്ചൊക്കെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നത്തെ ദിവസം ഭയങ്കര കാറ്റാണ്. അപ്പോൾ കാറ്റാണ്ട് തന്നെ ഇന്ന് ബോട്ടിംഗ് ഒന്നും ഇപ്പോഴൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്യൂ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കുറേ നേരമായിട്ട്. അപ്പോൾ നമുക്കിനി ബോട്ടിങ്ങിന് കയറാനുണ്ടെങ്കിൽ തന്നെ നമ്മളിവിടെ ക്യൂ നിൽക്കേണ്ടി വരും. അവസാനം ക്യൂ ഒക്കെ കഴിയുമ്പോൾ ഏകദേശം 4-5 മണിയാവും. പിന്നെ ഇന്ന് ബോട്ടിങ് നടക്കോ ഇല്ലെന്ന് തന്നെ അറിഞ്ഞൂടാ. അതാണ് ഒന്നാമത്തെ കാര്യം. ഗൈസ്, നമ്മളിന്ന് ഇങ്ങോട്ട് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട് ആക്ച്വലി. അതായത് ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ കയറാനാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായത് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ ഇന്ന് കയറാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് കിട്ടില്ല. പിന്നെ ബോട്ടിങ്ങിന് കയറിയാൽ മാത്രമേ ഈ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഗ്ലാസ് ബ്രിഡ്ജിലെ എൻട്രി എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. അതുകൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിൻ്റെ എടുക്കുന്നത്. ബോട്ടിങ്ങിൻ്റെ ഒറ്റ ടിക്കറ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഗ്ലാസ് ബ്രിഡ്ജിലും കയറാൻ പറ്റും. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ടിങ് നേരെ ചെന്നതോ അവിടുത്തെ ആ ഒരു വിവേകാനന്ദ പാറയിലോട്ട് ആയിരിക്കും നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയിട്ട് വേണം നമ്മൾ ഈ തിരുവള്ളൂരിൻ്റെ ഈ ഒരു സ്റ്റാച്യൂലോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഗൈസ്, അപ്പോൾ ആക്ച്വലി ഗ്ലാസ് ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വരണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോക്കാവുന്നതാണ്. പക്ഷേ ചില സമയത്ത് ഇതേപോലെ കയറാൻ പറ്റില്ല. ഇതേപോലെ കാറ്റൊക്കെ ഉണ്ടെങ്കിൽ, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരാവുന്നതാണ്. സോ ഇപ്പം ഇന്ന് നല്ല കാറ്റുണ്ട്. നമ്മളൊക്കെ തുറന്ന് വെച്ചപ്പോൾ തന്നെ ബാക്കിയത്ത് മണ്ണൊക്കെ കയറി പോകുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം അത്രയും കാറ്റാണ് ഇവിടെ. നമ്മൾ എങ്ങനെയാണത് കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമ്മളെ ബാക്കിലൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രം ഇത് ഈ ഭവാനിയമ്മ കോവിലിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി കൂടെ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജ് അടുത്ത് കാണാൻ പറ്റും. നമുക്കത് ഇവിടുത്തെ ഒരു ചേട്ടനാണ് പറഞ്ഞു തന്നാൽ. അങ്ങനെയാണ് നമുക്കിന്നത് കാണാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമുക്കിന്ന് അവിടെ അത്ര അടുത്തുനിന്ന് പോലും നമുക്കിന്ന് കാണാൻ പറ്റൂലായിരുന്നു. കന്യാകുമാരിയെ പറ്റി പറയുമ്പോൾ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ വന്ന ഒരു ഓർമ്മയാണ് അല്ലേ? ടൂർ വന്ന ഓർമ്മയാണ്. പക്ഷെ ഇപ്പോഴും അതേപോലെ തന്നെ ചുറ്റിനും ഇഷ്ടംപോലെ കടകളും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ തിരക്കുണ്ട് ഇവിടെ.
നമ്മൾ പിന്നെ കുറച്ച് പേരൊക്കെ വാങ്ങിച്ചു, ഉപ്പിലൊക്കെ ഇട്ട ഉപ്പും മുളകൊക്കെ ഇട്ട പേരൊക്കെ വാങ്ങിച്ചു. പിന്നെ ഇവിടെ തുണികൾക്കൊക്കെ നല്ല വില കുറവാണ്. നമ്മളിങ്ങനെ ഇവിടെ ഈ CK അല്ലെങ്കിൽ ഗൂച്ചി, നൈക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ബ്രാൻഡ് കോപ്പി സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അവൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചായിരുന്നു, ഞാൻ 2 ടീഷർട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു. എനിക്ക് ഒരു ടീഷർട്ടും ഒരു ഷോർട്സ് എല്ലാം കൂടെ വാങ്ങിച്ചപ്പോൾ 350 രൂപ ആയിട്ടുള്ളൂ. ഇപ്പം പച്ചക്കണി തൊപ്പി ഉണ്ടായി, തൊപ്പി എത്ര രൂപ വാങ്ങിച്ചാൽ? 80 രൂപ. ഇത് 80 രൂപയ്ക്കാണ് വാങ്ങിച്ചാൽ. ഇവിടെ 80 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം. അവിടെ റോയൽ എൻഫീൽഡിനൊക്കെ എഴുതിയ സ്റ്റിച്ചിങ് ഒക്കെ ഉള്ള സാധനമാണ്. ഇത് അതുപോലെ തന്നെ. ഇത് ഞാൻ പക്ഷേ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ്, നൈക്കി. ഇത് പക്ഷേ അന്ന് അവിടെ നിന്ന് വാങ്ങിച്ചാൽ 200 രൂപയായി. ജസ്റ്റ് നമ്മളങ്ങനെ ബീച്ചും അതുപോലെ ഷോപ്പിങ്ങും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പറ്റില്ലെങ്കിൽ ദൂരെ നിന്ന് കാണാൻ പറ്റി. പിന്നെ അതൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇനിയിപ്പം നല്ലൊരു റെസ്റ്റോറൻറ്റ് ഒഴിക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഫുഡ് കഴിക്കണം. പിന്നെ വേറെ കുറച്ച് പരിപാടികളുണ്ട്, അപ്പോൾ അതൊക്കെ നിങ്ങളെ വഴിയെ കാണിക്കാം. ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നാഗർകോവിലുള്ള തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. അപ്പം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ചിക്കൻ ഫ്രൈ ബിരിയാണി, ചിക്കൻ 65 ബിരിയാണി. ഇപ്പോൾ എടുത്തത് നോർമൽ ചിക്കൻ ബിരിയാണിയുമാണ്. നല്ല വിശപ്പല്ലേ, നല്ല വിശപ്പായിരുന്നു. ഇതുവരെയുള്ള യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അടിപൊളി, കൊള്ളാം. ഇനിയും ഒരു സ്പോട്ടിലൂടെ പോകണം, നമുക്ക് തിരിച്ച് പോകണം. വഴിക്ക് നാഗർകോവിലിൽ കയറി ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാകുന്ന നോക്കണം, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അപ്പം ഫുഡ് ഇവിടെ നമുക്ക് വിശ്വസിച്ച് കയറാൻ പറ്റിയത് ഇതാണെന്ന് തോന്നി. കാരണം തിരുവനന്തപുരത്തും ഇതിൻ്റെ ഔട്ട്ലെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കയറാൻ പറ്റിയത് ഇവിടെയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കയറിയത്. ബാക്കി ഫുഡ് കഴിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ടേസ്റ്റ് വൈസ് ആണെങ്കിലും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും അടിപൊളി അല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഒരു ബിരിയാണിക്ക് 269 അല്ലേ? 269 രൂപയാണ് ഒരു ബിരിയാണിക്ക് ചാർജ് ചെയ്യണം. പക്ഷേ അടിപൊളി ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും ടേസ്റ്റ് വൈസും അടിപൊളിയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചാൽ അവരെ കസ്റ്റമർ സർവീസാണ്. ഒന്ന് ചോദിക്കണതിന് കൊടുക്കണം, അവരെ സ്നേഹത്തിന് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡിന് നമ്മുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അവർ ഓരോരോ സമയത്ത് വന്ന് ചോദിക്കും. നമ്മുടെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അവിടുത്തെ ഈ ഒരു തലപ്പാക്കട്ടി ഒന്ന് നോക്കിയാൽ മതി. ഇത് പ്രൊമോഷനൊന്നുമല്ല, നമുക്ക് തോന്നിയ, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് നമ്മൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യണത്. അതുപോലെ തന്നെ നല്ല വൃത്തിയാണ്. വൃത്തിയില്ല. തമിഴ്നാട്ടിലൊക്കെ നിങ്ങൾ ട്രിപ്പൊക്കെ വരണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കയറി ഫുഡ് കഴിച്ചിട്ട് ഇഷ്ടപ്പെടാതൊക്കെ പോവുകയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നമ്മളങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തിയിരിക്കുകയാണ് അല്ലേ? നല്ലതായിട്ട് ക്ഷീണിച്ച് നമ്മളിവിടെ നിന്ന് 7 മണിക്ക് പോയതാണ്. കറക്റ്റ് 6 മണിയായപ്പോൾ തിരിച്ചെത്തി. അതാണ്ട് വണ്ടി അതേപോലെ ഇരിപ്പുണ്ട്. എത്ര ഇപ്പോൾ കിലോമീറ്ററായി? ഏകദേശം 250 കിലോമീറ്റർ തന്നെ ഓടി. നമ്മൾ സർവീസ് 500 കിലോമീറ്റർ ആക്കിയിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം 650 അല്ലേ? 650-700 അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇനി തിങ്കളാഴ്ച മറ്റന്നാവണ സർവീസിന് എടുക്കാൻ. പിന്നെ സ്കൂട്ടർ യാത്രയുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, നടു വേദന ഉണ്ടായിരുന്നു, ബാക്കൊക്കെ നല്ല പെയിൻ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം നമ്മൾ സുന്ദര വണ്ടി ഓർത്തുമായിരുന്നു ഇവൻ്റെ ഡിയോയിൽ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ 125 cc ഉള്ളതുകൊണ്ട് കുറച്ച് പവർ കൂടുതലുണ്ടല്ലേ. അതുകൊണ്ട് ഡിയോക്കളും കുറച്ചുകൂടെ സ്പീഡ് കയറിയാലും ആ ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലേ. ഒരു 60-70 പോയാലും നമുക്ക് ആ ഒരു ഫീല് കാണൂല. അതിൽ നല്ല ക്ഷീണം കൈസ്. ഇനിയിപ്പോൾ ഒന്ന് കിടക്കട്ടല്ലേ, ഇനിയിപ്പോൾ ഒന്ന് കിടക്കിട്ട്. ബായ്, അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനർജിയൊക്കെ പോയല്ലേ, പോയി കിടക്കട്ടെ. ബായ്.